നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മാഡം അത് മാഡം ഞാനത് ഞാൻ 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 എ സി ഞാൻ മാഡം മാഡം ആരാ നീ? ഇല്ലെങ്കിൽ സ്റ്റാഫിനെ എല്ലാം വിളിച്ചാ എന്താ നിന്റെ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. പറയടാ പറയാൻ. ഞാൻ പറയാം മാഡം. എന്നാ പറ. മാഡം ഞാൻ അത് പിന്നെ ആകാശ് സാറ് പറഞ്ഞിട്ടാ മാഡം ഇതൊക്കെ ചെയ്തത്. ആര്? ആകാശ് സാറ്. ഓ ഇതാണ് മാം നടന്നത്. ഓക്കെ. വിജിലൻസ് വന്നാ എന്താ പറയേണ്ടതെന്ന് നിനക്കറിയാലോ. അറിയാം മാഡം. നിന്നെ എത്ര ഉപദ്രവിച്ചാലും ആകാശിന്റെ പേര് പറയരുത്. മനസ്സിലായോ? മനസ്സിലായി മാഡം. ഞാൻ പറയുന്നത് പോലെ നീ വിജിലൻസിനോട് പറയണം. പറയാം മാഡം, പ്ലീസ്. ഇനി ഇത് ആവർത്തിക്കില്ല മാഡം. ഓക്കെ. നിന്റെ പേര് ഇതിൽ വരാതെ നിന്നെ വിട്ടത് എന്തിനാണെന്നറിയോ? നിന്റെ ഫാമിലിയിൽ ഒരു കല്യാണം നടക്കാൻ പോവല്ലേ? അപ്പോ ആ കല്യാണത്തിന് നീ വേണം. അനിയൻ ജയിലിൽ കിടക്കുമ്പോ ചേട്ടന്റെ കല്യാണം നടത്തുന്നത് ശരിയല്ലല്ലോ. നിന്റെ കോൺഫിഡൻസ് ഓക്കെ, പക്ഷെ ഈ കല്യാണം നടക്കില്ല. നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അത് നിന്റെ കോൺഫിഡൻസ്. പക്ഷേ നിന്റെ ചേട്ടന്റെ ഭാര്യയായി ആ വീട്ടില് വന്ന് കേറും ഞാൻ. ആ ഒരു പ്രതീക്ഷയാ എന്റെ ജീവിതത്തിന്റെ എനർജി. നിന്റെ ആ എനർജി നിന്റെ കഴുത്തിൽ താലി കെട്ടിയാലല്ലേ ഉണ്ടാവുള്ളൂ. നീ പേടിപ്പിക്കലേ ആകാശേ. നീ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാം. ഞാൻ അറിഞ്ഞതുപോലെ നിന്നെ ആർക്കും അറിയില്ല. നീ ഒരു കോപ്പും ചെയ്യാൻ പോകുന്നില്ല. ഒരു അറ്റംപ്റ്റ് പാളിന്ന് വെച്ച് നീ സന്തോഷിക്കണ്ട. അങ്ങനെ സന്തോഷിക്കുന്നവളല്ലടാ ഞാൻ. നിന്റെ ജീവിതത്തിൽ ഇനി നടക്കാൻ പോകുന്നത് നീ കണ്ടോ. ഞാനറിയാതെ അക്കൊച്ചേട്ടൻ കള്ളത്തരങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി. സത്യം പറ അക്കൊച്ചേട്ടാ, ശ്രേയയുടെ വീട്ടിൽ നിന്നും ഓഫീസിൽ നിന്നും കാശ് പിടിച്ചെടുത്തതിന്റെ പിന്നിൽ അക്കൊച്ചേട്ടനാണ്. അത് കകുതി എന്തിനാ ശ്രേയ കൊടുക്കാൻ നോക്കിയത്? അത് ചെയ്തത് അക്കൊച്ചേട്ടനല്ലാന്ന് എന്നോട് നുണ പറയണ്ട. അതെ, ഞാനാ ചെയ്തത്. എന്തിനാ? എന്തിനാണെന്നോ? കരയോഗത്തിൽ വെച്ച് ഉണ്ടായതൊക്കെ നീ മറന്നോ? അവളുടെ കാലിൽ വീഴ്ചില്ല നിന്നെ? ഞാനൊന്നും മറന്നിട്ടില്ല അക്കുച്ചേട്ടാ. അത് കാരണമാണോ ഇങ്ങനെ ചെയ്തത്? അതെ, അത് തന്നെയാ കാരണം. കരയോഗത്തിൽ കുറച്ചുപേരുടെ മുന്നിൽ വെച്ച് നിന്നെ അപമാനിച്ചവർ ഈ ലോകത്തിന് മുന്നിൽ നാണം കെട്ടി നിൽക്കണം. അതിനു വേണ്ടി ചെയ്തതാ. പക്ഷേ എവിടെയോ ഒരു മിസ്റ്റേക്ക് പറ്റി. ഇതിവിടെ ഞാൻ അവസാനിപ്പിച്ചൊന്നും കരുതണ്ട. മതി അക്കുച്ചേട്ടാ, ഒന്നിനും പോണ്ട. ഇല്ല കാക്കുത്തി, ഞാൻ അവളെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പോ രക്ഷപ്പെട്ടതുപോലെ ഇനി അവൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. നീ കണ്ടോ, അവളുടെ പെട്ടിക്ക് ആണി അടിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കൂ. വേണ്ട അക്കുച്ചേട്ടാ, തെറ്റിനെ മറ്റൊരു തെറ്റ് ചെയ്തുകൊണ്ടല്ല നേരിടേണ്ടത്. അറിയാം കാക്കുത്തി, ശ്രേയ ചെയ്തതിന് അവൾ അനുഭവിക്കണം. ഇത്രയും നാൾ എന്നോട് ചെയ്തതെല്ലാം ഞാൻ ക്ഷമിച്ചു. പക്ഷേ നിന്റെ കാലിൽ വീഴ്ചില്ലേ, അത് ഞാൻ ക്ഷമിക്കില്ല. ഞാൻ പറയുന്നൊന്ന് കേൾക്ക അക്കുച്ചേട്ടാ. ഇല്ല കാക്കുത്തി, ഈ ഒരു കാര്യത്തിൽ നീയോ അച്ഛനോ ആര് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല, അനുസരിക്കില്ല. നീ അവളുടെ കാലിൽ വീണപ്പോ അവളുടെ മുഖത്തൊരു ചിരി ഉണ്ടായിരുന്നു, എന്തോ വലിയ ഒന്ന് നേടിയതുപോലെ.
നിന്റെ അവസ്ഥ കണ്ട് എനിക്കെന്റെ ജീവൻ പോയതുപോലെയായിരുന്നു. എന്റെ ജീവിതത്തിൽ ഇത്രയും വേദനിച്ച നിമിഷം ഉണ്ടായിട്ടില്ല. അവളെ കരയിപ്പിക്കണം, ശിക്ഷിക്കണം. ശ്രേയെ ശിക്ഷിക്കാൻ അക്കുച്ചേട്ടൻ ആരാ? അവൾക്ക് ദൈവം ശിക്ഷ കൊടുത്തോളൂ. അന്ന് ഇതേപോലെ അക്കുച്ചേട്ടനെ ശ്രേയെ കൈക്കൂലി കേസിൽ പെടുത്താൻ നോക്കി. അതേ കാര്യം തന്നെ ഇപ്പൊ അക്കുച്ചേട്ടൻ അവളോടും കാണിച്ചു. ഇപ്പൊ നിങ്ങൾ തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത്? അക്കുച്ചേട്ടാ, ശ്രേയെ കൊടുക്കാൻ ചെയ്ത ഈ കേസില് അക്കുച്ചേട്ടൻ പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ? അതിലും വലിയൊരു അപമാനം വേറെയുണ്ടോ? ബാലമാമൻ അക്കുച്ചേട്ടനെ പറ്റി എന്ത് വിചാരിക്കും? കേസിൽ പെട്ട് ജയിലിലായാൽ എന്റെ അവസ്ഥ എന്താവും ആലോചിച്ച് നോക്കിയോ? ശ്രേയുടെ കാലിൽ ഞാൻ വീണപ്പോ ജീവൻ പോയതുപോലെ തോന്നിയെന്ന് പറഞ്ഞില്ലേ? അക്കുച്ചേട്ടൻ ജയിലിലായ എന്റെ അവസ്ഥ അതുപോലെ ആയിരിക്കില്ലേ? എനിക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ല കാക്കുതി. പ്ലീസ് അക്കുച്ചേട്ടാ, ഒന്നും വേണ്ട. ശ്രേയോടുള്ള ദേഷ്യം തീർക്കാൻ തെറ്റുകളിലേക്ക് ചെന്ന് വീഴരുത്. അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. സോറി കാക്കുതി. ശ്രേയെ ഞാൻ വെറുതെ വിടില്ല. നാറ്റിക്കും ഞാൻ അവളെ. അക്കുച്ചേട്ടാ, നല്ലത് മാത്രം ചിന്തിക്കുന്ന നമ്മളെ ദൈവം കൈവിടില്ല. ശ്രേയയ്ക്ക് തക്കതായ ശിക്ഷ ദൈവം കൊടുത്തോളും. ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. അക്കുച്ചേട്ടൻ ഇനി ഒന്നിനും പോരുത്. അമൃതേച്ചി. ചാരു, നീ എവിടെയാ? വീട്ടിലെ അമൃതേച്ചി. ചാരു, നീ TV ഓൺ ചെയ്ത് ആ ന്യൂസ് ഒന്ന് നോക്കിയേ.